സ്വാതന്ത്ര്യദിനത്തിൽ എവറസ്റ്റിന്റെ ബേസ് ക്യാമ്പിൽ ദേശീയ പതാക ഉയർത്തി ഭിന്നശേഷിക്കാരൻ 90% അംഗപരിമിതി നേരിടുന്ന NK അമൻ അലിയാണ് എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ പതാക ഉയർത്തിയത്. എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ പതാക ഉയർത്തുന്ന ഭിന്നശേഷിക്കാരനായ ആദ്യ മലയാളി കൂടിയാണ് അമൻ. ആവേശകരമായ ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുന്നത്. അത്യന്തം ദുർഘടമേറിയ ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടി പർവ്വത മേഖല എവറസ്റ്റ് ബേസ് ക്യാമ്പിലാണ് ഇപ്പോൾ ദേശീയ പതാക ഉയർത്തിയിരിക്കുന്ന ഒരു ഭിന്നശേഷിക്കാരൻ. 90% അംഗപരിമിതി നേരിടുന്ന NK അമൻ അലിയാണ് എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ ദേശീയ പതാക ഉയർത്തിയത്. എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ പതാക ഉയർത്തുന്ന ആദ്യ മലയാളി ഭിന്നശേഷിക്കാരനാണ്. മലയാളി കൂടിയായ അമൻ. സ്നേഹമോൾ നൈനാൻ നമുക്കിപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ടോ? സ്നേഹ, നേരത്തെ നിരവധി ദൗത്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് വനിതകൾ ഉൾപ്പെടെയുള്ളവർ എവറസ്റ്റ് കൊടുമുടിയിലേക്ക് സാഹസിക ദൗത്യവുമായി പോകുന്നതിന്റെ വാർത്തകളൊക്കെ സമീപകാലത്ത് വന്നാണ്. തിരുവല്ല സ്വദേശി സീന സാറ സമീപകാലത്ത് എവറസ്റ്റിന്റെ ബേസ് ക്യാമ്പിലെത്തി അവിടെ തന്റെ ദൗത്യം വിജയകരമായി പൂർത്തീകരിക്കുന്നതിന്റെ വാർത്തകളൊക്കെ ഈ സമീപകാലത്താണ് മാതൃഭൂമിയിലൂടെ ഉൾപ്പെടെ നമ്മൾ കണ്ടതും. ഈ ഭിന്നശേഷിക്കാരനായ അംഗപരിമിതിയുള്ള ആൾ അതീവ സാഹസികമായി ജീവൻ പണയം വെച്ച് എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് എത്തിയ ദൗത്യം അത് എങ്ങനെയായിരുന്നു? സ്വാതന്ത്ര്യദിനത്തിൽ നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമായ ഒരു നിമിഷമാണിത്. അതായത് എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തുന്ന ആദ്യ ഭിന്നശേഷിക്കാരനായ മലയാളിയാണ് KN അമൻ അലി. കോഴിക്കോട് ബേപ്പൂർ സ്വദേശിയാണ്. +2 വിദ്യാർത്ഥിയാണ് എന്നുള്ള ഏറ്റവും പ്രായം കുറവും കൂടിയാണ് അമനലിക്ക്. ഈ ലോക്കോ മോട്ടോർ ഡിസബിലിറ്റി ബാധിച്ച അംഗപരിമിതി നേരിടുന്ന ആരാണ്. 90% ഈ അമനലിയുടെ ഭിന്നശേഷി എന്ന് പറയുന്നത്. അമനലിയെ സംബന്ധിച്ചിടത്തോളം ഈ ചെറുപ്പത്തിൽ തന്നെ ഈ കാലുകൊണ്ട് ചിത്രമൊക്കെ വരയ്ക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പിന്നീട് ഫുട്ബോൾ ആയിരുന്നു ആഗ്രഹം. പക്ഷേ ഈ ഡോക്ടർമാർ ഈ ശരീരം അത്രയ്ക്കങ്ങ് പ്രഷർ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഒരു നിർദ്ദേശമൊക്കെ ഉള്ളത് കൊണ്ട് ആ ഒരു സ്വപ്നമൊക്കെ മാറ്റിവെച്ചു. പിന്നീട് ഒരു ഭിന്നശേഷിക്കാർക്കുള്ള ഒരു ക്യാമ്പിലായിരുന്നു ഇത്തരത്തിൽ ഒരു കൊടുമുടി കീഴടക്കണം എന്നൊരു സ്വപ്നത്തിലേക്ക് ഒക്കെ എത്തിയത്. തുടർന്ന് നിരവധി ചെറിയ മലകളൊക്കെ കയറി അങ്ങനെ പടിപടിയായി ഈ ശാരീരിക പരിശീലനമൊക്കെ നേടിയാണ് അദ്ദേഹം ഇതിൻ്റെ ഒരു ഭാഗമായത്. നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ ഷെയ്ഖ് ഹസൻ, അതായത് നമ്മുടെ മലയാളികളുടെ അഭിമാനമാണ്, 7 കൊടുമുടികൾ കീഴടക്കിയ ഒരു മലയാളി എന്നൊരു റെക്കോർഡും ഒക്കെയുള്ള ഒരു പർവ്വതാരോഹകനാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള 9 അംഗ സംഘത്തിൽ ഒരാളായിരുന്നു അമൻ അലി. കോഴിക്കോട് നിന്നും ഈ 9 അംഗ സംഘം ഓഗസ്റ്റ് 3-ാം തീയതിയാണ് പുറപ്പെട്ടത്. അതിനുശേഷം ഇന്നാണ് എവറസ്റ്റിൻ്റെ ബേസ് ക്യാമ്പിൽ എത്തിയിരിക്കുന്നത്. രതീഷ്, സ്വാതന്ത്ര്യദിനത്തിൽ എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ നിന്നുള്ള ആവേശകരമായ ഒരു കാഴ്ചയാണ് കാണുന്നത്. അതിന്റെ വിശദാംശങ്ങളാണ് സ്നേഹമോൾ നൈനാൻ പങ്കുവച്ചത്. ദേശീയ പതാക ഉയർത്തിയിരിക്കുന്നു എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ. ഭിന്നശേഷിക്കാരൻ 90% അംഗപരിമിതിയുള്ള NK അമൻ അലി +2 വിദ്യാർത്ഥിയാണ്. അദ്ദേഹമാണ് എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ പ്രൗഢി വർദ്ധിപ്പിക്കുന്ന മലയാളികൾ കൂടി കൂടുതൽ അഭിമാനം പകരുന്നു.